ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സ്വാഗതമൊക്കെ പറഞ്ഞ് വ്ളോഗ് എടുത്തിട്ട് കുറേ ദിവസമായില്ലേ. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ നോമ്പുറ പരിപാടികൾ അല്ലെങ്കിൽ വീട്ടിലെ ഓരോ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ അല്ലാതെയായിരുന്നു വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി എന്തായാലും നമ്മളങ്ങോട്ട് ഫുള്ള് ഫാമിലി ഒരുമിച്ചുള്ള വ്ളോഗുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വ്ളോഗിൽ കുറച്ച് നാളായിട്ട് വാപ്പാനെ അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. വാപ്പ എവിടെയായിരുന്നു നമ്മൾ വ്ളോഗ് എടുക്കുന്ന സമയത്ത്? കിടക്കണായിരിക്കും, ചിലപ്പോൾ പുറത്തായിരിക്കും, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് വാപ്പ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലനമോളൊക്കെ എന്നും ഉണ്ടാവും ഇവിടെ. ഹലോ ഓയ്, എന്താ പരിപാടി? നമ്മളെന്താ പരിപാടി? നമ്മളെന്നും ഇവിടെ ഉണ്ടാവും. എന്താ പരിപാടി ഇവിടെ? അവിടെ കാർട്ടൂൺ കാണാൻ കേട്ടോ. ഉണ്ടെങ്കിൽ പിന്നെ അതാ നമുക്ക് ആനയും കരടിയും കുതിരയും പൂച്ചയൊക്കെ ഓടുന്നുണ്ടാലും എൻ്റെ കുട്ടി അവിടെ അത് കണ്ടുകൊണ്ട് കടന്നോളും ല്ലേ. ബെഡിൽ കിടക്കാൻ കേട്ടോ നിലത്ത്. ചക്കര എന്തൊക്കെയാ വിശേഷം? സുഖം സുന്ദരം. ഇങ്ങനെ നോമ്പൊക്കെ പോകുന്നുണ്ടല്ലേ ചക്കരക്ക്? പിന്നെ ചക്കര അതിന്റെ പിന്നാലെയും പോകുന്നുണ്ടല്ലേ. അപ്പോ പിന്നെന്താ, എങ്ങനെയുണ്ട് അസുഖത്തിന്റെ ഇതൊക്കെ? അതുപോലെ തന്നെ ഉണ്ട്, മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ? നമ്മള് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇന്നലെ എന്താ ഡോക്ടർ പറഞ്ഞത്? ഉറക്കെ പറ, എന്തേ നോമ്പ് പിടിച്ചു ഇതൊക്കെ പോയോ നിങ്ങളെ? ക്ഷീണം ഉണ്ടല്ലേ? എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ മരുന്ന് തന്നു, പിന്നെ ഉള്ള മരുന്നിന് ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്യാൻ തന്നു അല്ലേ. മരുന്ന് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാനാ പറയണത്. എന്തായാലും ഇൻഷാ അല്ലാ ചക്കൻ്റെ വീട്ടിൽ അവിടെ പോണത് വരെ നമുക്ക് ഇവിടുത്തെ മരുന്നിനെ കണ്ടിന്യൂ ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണ്ടേ? വേറെ വഴിയില്ല. അവിടെ പോയിട്ട് കണ്ടിന്യൂ വെച്ചാൽ അവിടെ ഇനി പോയി ഡോക്ടറെ കാണിക്കണ്ടേ? നമ്മുടെ ഗൈസ് കുറേ ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ ഡെലിവറി എടുത്ത ഡോക്ടറെ ഒന്ന് പോയി കാണിച്ചൂടെ, ആ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചൂടെ. നിങ്ങൾക്കറിയാം ഡെലിവറി എടുത്ത ഹോസ്പിറ്റൽ എന്ന് പറയാൻ നമ്മളിവിടെ അടുത്തൊന്നും അല്ല, മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സ്കാനിങ് കഴിഞ്ഞിട്ടും ഡിയാൻസ് ചെയ്യണതിന് മുന്നേ ആയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ ഈ ഗുളികയാണ് കഴിക്കണത്, ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ അതൊക്കെ നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ പോയി കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ടൈമിൽ ചക്കരയ്ക്ക് കുറച്ച് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലക്കാട് വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പോയി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഞങ്ങളവിടെ കാണിക്കുന്നുണ്ട്. ആ ഡോക്ടർ എന്തായാലും നമുക്ക് പോയി കാണിക്കണം. അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് താത്തിട്ടാ, പെൺകുട്ടിയല്ലേ? ഇനി കൈ നോടൂല. ഇതൊക്കെ ഒന്ന് താത്തിടേ. ഇപ്പോൾ ആൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കണം. കാണിക്കാൻ നോക്കാം. പല്ലെവിടെ? ഇവിടെ പല്ലി. ഇത് പല്ലെന്തിയേ? ഇനി നമുക്ക് മുടിയൊക്കെ വെട്ടാനുണ്ട്. മുടിയൊക്കെ വെട്ടി സുന്ദരിയാക്കാനുണ്ട്. മുടി നമ്മക്കേ എങ്ങനെയൊക്കെ വെട്ടണം? ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? ചവിട്ട് നോക്കാം. റൗണ്ടിന് നമുക്ക് വെട്ടി ലെവലാക്കി എടുക്കാം അല്ലേ? എങ്ങനെ സമ്മതിക്കണത്? ഇത് സമ്മതിക്കൊന്നും എനിക്കൊന്നുമില്ല. ഇത് ആക്കിയിട്ടൊന്നും കാര്യമില്ല. ട്രിമ്മറും കത്രികയും വെക്കുമ്പോ കൊണ്ടാണ്ട് ഇളകും ഇത്. മുട്ട അടിച്ചിട്ട് വരേണ്ടി വരില്ല മോളെ. അതുകൊണ്ട് മിണ്ടാതെ ഇരുന്നാൽ എന്ത് ചെയ്യാം, പെരുന്നാളാകുമ്പോ നേരെ വെട്ടിട്ട് കൊണ്ടുവരാട്ടോ. ഫോണൊക്കെ വാങ്ങിന്നല്ലേ ഞാൻ. കൂക്കു ഏത് കിട്ടിയാലും കടിക്കല്ലാന്ന്. ധൂമ്പ ചാല എൻ്റെയൊക്കെ ചെറുത് മുതലേ ഉള്ള സാധനമാണ് ഈ ഒരു ഫോണ്. ഉത്സവത്തിന് പോകുമ്പോൾ ഈ ഒരു സാധനം മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തു, എന്നിട്ട് അവൾക്കും കളിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തു. പിന്നെ ഇതും വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. നോട്ടെ, ഈ സാധനങ്ങളൊക്കെ കുട്ടികൾ കളിക്കാൻ പറ്റിയ സാധനമാണില്ലേ. പക്ഷേ ഒന്നും കൂടിയൊക്കെ ആവണം ഇത് കളിക്കണമെങ്കിൽ അല്ലേ. ഇതെടുക്കാൻ പറ്റില്ലടി. ഇനി പറക്കാൻ കുറച്ചുകൂടി അതെങ്ങനെ അങ്ങനെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സാധനങ്ങൾ ഓരോ ലെവലിന് വെച്ച് പഠിക്കും. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പിനൊക്കെ നല്ല സാധനമാണ് കേട്ടോ ഈ സാധനങ്ങൾ. കണ്ടോ? ഇതേപോലെ വളയങ്ങൾ ഇങ്ങനെ ഇനിയിപ്പോൾ ടൈം ആവണം അവർക്ക് കളിക്കാൻ. ഇത് നോക്കാം മക്കളെ കാണിച്ച്. ഇത് നോക്ക്. അതൊക്കെ ഇളക്കി രണ്ട് തുണ്ടാക്കി അതിനെ. ഇതാണ് കഥ. എന്താ ഇപ്പം ചെയ്യാ? ഇത് വെച്ചോ. ഏത്
അതാണ് PP കേൾക്കുന്നത്. അത് തരൂരിഞ്ഞി, അത് തരില്ല, അത് പിടിച്ചു. അത് കാട്ടിക്കോട്ടെ, അവിടെ നിന്ന് കളിച്ചോട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ ഇനി നമ്മൾ ചക്കര പാലക്കാടേക്ക് പോണത്? പെരുന്നാൾ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം ഉണ്ടാവും. അതുകൊണ്ട് എന്നാ പോണത്? പെരുന്നാളിൻ്റെ പിറ്റേന്നാ പോണ്. ഇന്നലെ ചക്കൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്നാ നിങ്ങൾ പെരുന്നാളിന് വരണ്ടേ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഏത് പെരുന്നാൾ, ചെറിയ പെരുന്നാളോ വലിയ പെരുന്നാളോ ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നാ എന്നോട് ഏതോ പെരുന്നാൾ. ഞാൻ പറഞ്ഞു ചെറിയ ഏത് 2 പെരുന്നാളുണ്ട്, ഏതിനാ വരണ്ട ചോദിച്ചു. ചെറിയ പെരുന്നാളിന് വരണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെറിയ പെരുന്നാൾ എല്ലാ വർഷവും ഉണ്ട്, ഏത് വർഷമാണ് ചോദിച്ചു. ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊല്ലത്തേക്ക് എത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കിന് ബേജാറായിട്ട് വേണ്ട, ഞങ്ങൾ വന്നോണ്ടേ പറഞ്ഞു. അതിന് എന്നാ വരണേ നോഫലും ചോദിച്ചു. അപ്പം ഇൻഷാ അല്ലാ എന്നാ കൊണ്ട് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോലെ. എന്നാ ഇപ്പം പെരുന്നാൾ വരികയെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ അമ്മ. കാരണം ചെറിയ പെരുന്നാൾ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി അതെ നോമ്പ് 30 ഉണ്ടാവും എന്നല്ല. എന്തായാലും ഇൻഷാ അല്ലാ നോമ്പ് 30 കിട്ടട്ടെ. നമുക്ക് 30 കിട്ടണമെങ്കിൽ എന്നാവും വരിക ഡേറ്റ്? 20-ാം തീയതി വരുമോ? അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം എന്തായാലും ഇൻഷാ അല്ലാ പെരുന്നാളിൻ്റെ ടൈമിന് പെരുന്നാൾ ഇവിടെ ആദ്യത്തെ പെരുന്നാൾ ഇല്ല, നമ്മൾ ആദ്യത്തെ പെരുന്നാൾ നമുക്ക് ഇവിടെ കൂടണം അല്ലേ? ആദ്യത്തെ പെരുന്നാൾ നമുക്ക് നമ്മൾ ആദ്യത്തെ പെരുന്നാൾ നമുക്ക് ഇവിടെ കൂടിയിട്ട് എന്ത് ചെയ്യാം, 2ാം പെരുന്നാളിന് അവിടെ പോവാം അല്ലേ ചക്കരെ? ഇവിടെ പിന്നെ ആ ഒറ്റ പെരുന്നാളേ ഉള്ളൂ അല്ലേ? വടക്കോട്ടൊക്കെ 2ാം പെരുന്നാളൊക്കെ ഉണ്ട് ഇല്ലേ? അങ്ങനെ ഇല്ലേ ചക്കരെ? 2ാം പെരുന്നാളില്ലേ? 2ാം പെരുന്നാൾ 3ാം പെരുന്നാളൊക്കെ ഉണ്ടോ? എത്ര വരെ ഉണ്ട്? അങ്ങനെ 2-3 ഉണ്ടാവും. 2ാം പെരുന്നാളിന് ആദ്യത്തെ പെരുന്നാളിന് തന്നെ അധികം എല്ലാരും ഓല വീട്ടിൽ പോകും, അടുത്തുള്ളവരൊക്കെ. അപ്പൊ തന്നെ കാരണം ഓല മക്കള് വരും, അപ്പൊ തന്നെ മരുമക്കള് ഓല വീട്ടിൽ പോകും, അവിടുത്തെ മരുമക്കള് ഓല വീട്ടിൽ പോകും. അങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് 2ാം പെരുന്നാള് ഈ മക്കള് ഓല വീട്ടിലാഘോഷിക്കും. നിങ്ങളെ സമയത്തൊക്കെ നിങ്ങളെ പെരുന്നാൾ നിങ്ങളെ വീട്ടിൽ പോയിരുന്നു? പോവും. പിന്നെ ഇവിടെ നടന്നാണ്ട് പോയാ പോരെ? അമ്മക്ക് പിന്നെ ഇവിടെ നിന്ന് നടന്നു പോയാലും നമ്മുടെ വീട്ടിൽ പോവാം. അതായത് അവിടെ ആദ്യം നമ്മളെ ആ പെരയില് ഇത് കൂടും, പെരുന്നാള് കൂടും. ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് ഒന്നില്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഫുഡ് കഴിക്കലൊക്കെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പിന്നെ എല്ലാരും പിന്നെ യാത്രയിലായിരിക്കും അല്ലേ? കുടുംബത്തെല്ലാരും പെരുന്നാളിനൊത്ത് കൂടി എല്ലാരും വന്ന് വൈകുന്നേരം ആവുമ്പോ 11 മണിയെന്നുണ്ടെങ്കിൽ പെരുന്നാള് ചിലപ്പോ എന്റെ തറവാട്ടിലെത്തിയിട്ടുണ്ടാവും. കാരണം ഫുഡൊക്കെ നേരത്തെ ആക്കി വെച്ചാൽ അവിടുന്ന് തിന്നു, എന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ തിന്നണം. അങ്ങനെയാണ് പരിപാടി. ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നമുക്കും പെരുന്നാളിൻ്റെ ഒരു ഡേറ്റ് നമുക്ക് ഏകദേശം കണക്ക് നോക്കിയിട്ട് അതിൻ്റെ പിറ്റേന്നൊക്കെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. പെരുന്നാളിന് ഇനിയും കുറച്ച് നോമ്പുകൾ കൂടി ബാക്കിയുണ്ട്, കുറച്ച് ദിവസങ്ങൾ കൂടി അതെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടേക്ക് പോവാം. അല്ല ഈ കലണ്ടർ മാറ്റാനായില്ലേ ഇവിടെ നിന്ന്? 2025 നമുക്ക് 2025 നമ്മുടെ കലണ്ടർ എവിടെ ഇരുന്നു? 2026 ഉണ്ടോ? അടുത്തിട്ടില്ല. പിന്നെ ഇപ്പം ആരും കലണ്ടർ അങ്ങനെ നോക്കാറൊന്നും ഇല്ല ഗൈസ്. മൊബൈലിൻ്റെയൊക്കെ വരവോടുകൂടി കലണ്ടറിൻ്റെ വാച്ചിൻ്റെയും ക്ലോക്കിൻ്റെ ഒക്കെ കഥ കഴിഞ്ഞു, പണി കഴിഞ്ഞു അല്ലേ? TVൻ്റെത്, റേഡിയോൻ്റെത്. എന്നാലും ക്ലോക്കാ നമ്മളെ ക്ലോക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഗൈസ്. നോക്ക് എന്താ സംഭവം എന്ന് പറയാം. അല്ലെങ്കിൽ TV നോക്കിയാലും അറിയാം. അപ്പോൾ ക്ലോക്ക് നമുക്ക് റെഡിയാക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ലനമോളുണ്ടോ പാലക്കാട്ടൊക്കെ പോവാന്? ഈ ഉണ്ടോ? ഉമ്മമാരുടെ അടുത്ത് പോകണ്ടോ? ഇന്നലെ വിളിച്ചപ്പോൾ അലേഹ സംസാരിച്ചു കേട്ടോ. ഇമ്മാരി പാട്ട് പാടല്. പാട്ട് പാടാണ്. എന്തൊക്കെയാണ് ചക്കര പാടുന്നത്? ജോണിയോ? എന്തൊക്കെ അവരുടെ സിനിമയോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ നിന്ന് പോയാല് പിന്നെ അവളിപ്പോൾ ഫുള്ള് പാട്ടും കഥയൊക്കെയാണ്. ഞാൻ ഇപ്പോൾ അങ്ങനെ ഫോണും എടുത്തുകൊണ്ട് ഒരു അവ കൂടി. അപ്പോൾ ഒരു അവ വന്നു. പിന്നെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെയോ പാട്ടുകൾ പാടുന്നുണ്ട്. ഇവിടത്തെ ജോണി പാട്ടും കഥയൊന്നും ഇല്ല. ഇവിടത്തത് കാറിട്ടുള്ള കരച്ചിലാണ് എന്റെ ജോണി. താഴേക്ക് വരാതെ മേലേക്ക് പോണട്ടോ.
എന്നാലേ വാപ്പാക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നാണ്. താഴേക്ക് പോവല്ലേ ലനമോളെ. അതമ്മ വിളിക്കണു. അതെ അതെ അതെ, അതെന്റെ ഉയർച്ച തന്നെയാണ്. എന്റെ കുഞ്ഞു പെണ്ണ്, എന്റെ കുഞ്ഞു പെണ്ണ്. എന്നാ ഇതൊക്കെ ഇനി കടിച്ച് പൊട്ടിക്കാതെ അനങ്ങാതെ വെച്ച് കളിക്കുന്നതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ നോമ്പുറക്കല് കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടില്. അതൊക്കെ കഴിഞ്ഞു. ചൂട് അടിപൊളി ചൂട് തന്നെയാണ്. ചൂടിനകത്ത് മഴ കിട്ടി. എന്ന് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടിയ മഴ. ഒരാഴ്ച മുന്നേ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് മഴയൊന്നുമില്ല. നല്ല അടിപൊളി കൊടും ചൂട് തന്നെയാണ് എല്ലായിടത്തും. രാവിലെ മഴക്കാറുണ്ടായിരുന്നു, ഒരു മൂടി കെട്ടിയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വെയിലായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. എന്തായാലും ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഞങ്ങളിവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം. അമ്മക്ക് ഉറക്കം വരികയാണെന്ന് തോന്നുന്നതാണ്. നിങ്ങൾ കിടന്നോളിയും, സമയമുണ്ടല്ലോ, ഇനി നോമ്പുറക്കാൻ സമയമുണ്ടല്ലോ, ഇഷ്ടംമാതിരി സമയമുണ്ട്. നിങ്ങൾ കിടന്നോളിയും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും പറയ്. അസ്സലാമു അലൈക്കും.